കുട്ടിക്കാലത്ത് ബാല്യകാലത്ത് എത്രമാത്രം കുസൃതിത്തരങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നമ്മളെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കുസൃതിത്തരത്തെ തന്നെ കാണുന്ന ഒരു പുസ്തകമാണ് ടോട്ടോച്ചാൻ എന്ന പുസ്തകം. അങ്ങനെ കുസൃതി നിറഞ്ഞ ഒരു കുട്ടിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു പുസ്തകമാണ് ടോട്ടോച്ചാൻ എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് എന്നല്ല, എല്ലാ കാലത്തും ഈ ഒരു പുസ്തകത്തിന് വളരെ പ്രസക്തിയുള്ള ഒരു പുസ്തകമാണ്. കുസൃതി കുട്ടിയിലൂന്നിയ കഥയ്ക്കപ്പുറം പ്രാഥമിക വിദ്യാഭ്യാസ രീതിയുടെ ആഴവും അതിൻ്റെ ചാരുതയും വായനക്കാരന് വേറിട്ട അനുഭവം നൽകുന്നതാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൻ്റെ കുസൃതി സഹിക്കാൻ വയ്യാതെ ആദ്യത്തെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ടോട്ടോച്ചാനാണ് ഈ കഥയിലെ താരം. 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു കുട്ടിയെ പുറത്താക്കണമെങ്കിൽ ആ കുട്ടിയുടെ എത്രമാത്രം കുസൃതി ആ കുട്ടിയിൽ ഉണ്ടാകുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. അങ്ങനെ ഈ കുട്ടി വേറൊരു സ്കൂളിലോട്ട് പോവുകയാണ്. ടോമോ എന്നാണ് സ്കൂളിൻ്റെ പേര്. സാധാരണ സ്കൂൾ പോലെയല്ല ടോമോയിലെ രീതി. തികച്ചും വേറിട്ട രീതിയിലുള്ള ഒരു സ്കൂളാണ് ഇതുള്ളത്. അവിടെയാണ് നമ്മളുടെ ഈ പറഞ്ഞ യാഥാസ്ഥിക ചിന്താരീതിയെ പൊളിച്ചെഴുതാൻ പോകുന്ന ഒരു സ്കൂൾ സമ്പ്രദായം നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു പ്രതിബദ്ധതയുള്ള തലമുറയെ വാർത്തെടുക്കാൻ ഈ ടോമോയിലെ വിദ്യാർത്ഥികൾക്ക് ആകുന്നുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ടതാണെങ്കിലും സമത്വവും സാമൂഹിക കാഴ്ചപ്പാടുകളും ചിന്താരീതിയുമെല്ലാം ഈ ഒരു പുസ്തകത്തിലൂടെ കുഞ്ഞു കുട്ടികളിലൂടെ സ്വാധീനിക്കുന്നുണ്ട്. ജപ്പാനിലെ യുദ്ധവുമെല്ലാം ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു യുദ്ധത്തിലാണ് ടോമോ തകർന്നു പോവുകയാണ്. തെൽസിൽക്കോ കുറായനാഗിയുടെ ഓർമ്മകളാണ് പുസ്തകം. എഴുത്തുകാർക്ക് ലഭിച്ചതുപോലെയുള്ള ഒരു ബാല്യകാലം വായനക്കാരൻ്റെതുമായി സമീകരിച്ചു നോക്കും. അപ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതി എത്രമാത്രം ബാലിശമാണെന്ന ചിന്തയും ഇന്നും ആ യാഥാസ്ഥികത തുടരുന്നതിലെ അപാകതകൾ നമ്മെ അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നത്. അൻവർ അലിയാണ് പുസ്തകത്തെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ടോട്ടോച്ചാൻ എന്നത്.